ചേച്ചിനെ കണ്ട് എല്ലാവരും കണ്ടു. ഇപ്പൊ എത്ര വയസ്സുണ്ട് മോന്? ഇപ്പൊ എനിക്ക് 7 7 വയസ്സിൽ നാഷണൽ എല്ലാവരുടെയും നാഷണൽ ലെവലിൽ ഭയങ്കര ക്രേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ആവിർഭാവ്. എന്താ വീട്ടിൽ എന്താ വിളിക്കുക ആവിർഭാവിനെ? എന്നെ കുട്ടൻ വിളിക്കാറ്. കുട്ടൻ മറ്റേ ബാബുക്കുട്ടന്റെ കുട്ടനാണോ? ഇത് വേറെ കുട്ടൻ? ഇത് വേറെ കുട്ടൻ. വേറെ കുട്ടൻ. ഓക്കെ. അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ടോപ്പ് സിംഗറിൽ പോയിട്ടുള്ളത്? ടോപ്പ് സിംഗറിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ടോപ്പ് സിംഗറിൽ എത്തിയത് ഞാൻ ഫസ്റ്റ് വീട്ടിലിരിക്കുമ്പോ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ഷോയിൽ പോകണ്ടേ, അങ്ങനെ ഓർത്തപ്പോ അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു ടോപ്പ് സിംഗർ നമുക്ക് പോയാലോ. അപ്പൊ അച്ഛൻ ഒരു ഐഡിയ കിട്ടി. അപ്പൊ അങ്ങനെ വിളിച്ചു പറഞ്ഞു നമുക്ക് ടോപ്പ് സിംഗറിൽ പോവാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു, നമ്പറിലൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഓഡിഷൻ പോയി. അങ്ങനെയൊക്കെ അവിടെ സിന്ധു മാമും അവരൊക്കെ ഇരിക്കുക, അവരൊക്കെ കണ്ട് പിന്നെ ലാസ്റ്റ് വരെ ഞാൻ ഇടയ്ക്കൊന്നും കെറ്റ് ചെയ്തു. എന്താന്ന് വെച്ചാൽ അവിടെ നിക്കാൻ പറ്റിയില്ല. അപ്പൊ അച്ഛന്റെ ജോലിയായിട്ട് കണ്ടിന്യൂ ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിനുശേഷം പിന്നെ മോനെ കാണുന്നത് എവിടെയാ? ഞാനിപ്പോ കാണുന്നത് പിന്നെ ഞാൻ നേരെ മുംബൈയിലോട്ട് വിട്ട് ഒന്നും നോക്കിയില്ല. വലിയൊരു പാട്ടുകാരനാണെന്നുള്ള ചിന്ത ആഗ്രഹത്തോടു കൂടി മുംബൈയിൽ വിട്ട് 7 മാസം അവിടെ ആയിരുന്നു. 7 മാസം മുംബൈയില് സിംഹത്തിന്റെ മടയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഫസ്റ്റ് തന്നെ പോയപ്പോ ഒരു അച്ഛനാണ് വന്നത് ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് അമ്മയും ചേച്ചിയും കൂടെ വന്ന്. അപ്പൊ ആദ്യം എങ്ങനെ പോയത്? ആദ്യം ഞങ്ങള് ഇൻഡിഗോ ഫ്ലൈറ്റിൽ അങ്ങോട്ട് ഇല്ല, അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് പോയപ്പോ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നായിരുന്നു ഓഡിഷൻ കഴിഞ്ഞിട്ട്. എന്നിട്ട് അവിടുന്ന് നേരെ ഇൻഡിഗോ ഫ്ലൈറ്റ് മുംബൈയിൽ വിട്ടു. 3 മാസം അവിടെ നിന്ന് അച്ഛന്റെ കൂടെ. പിന്നെ ഇവരുടെ കൂടെ 7 മാസം നിന്ന്. 7 മാസം 3 മാസം 10 മാസം. അപ്പൊ 10 മാസം അവിടെയാ മുംബൈയിൽ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എയർ ഇന്ത്യയില് അമ്മയും ചേച്ചിയും കൂടെ വന്നു. പിന്നെ അവിടെ അങ്ങനെ തിരിച്ച് പോരുന്നു. അത് ഞാൻ ചോദിക്കുന്നത് മോൻ ആക്ച്വലി സൗത്ത് ഇന്ത്യയുടെ പൊതു സ്വത്താണ്. തെലുങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാള് ഹിന്ദി അറിയുമായിരുന്നു അന്ന്? ഹിന്ദി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഹിന്ദിയിൽ പോയിട്ട് അവിടുത്തെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ട് ജയിക്കണമെന്നുള്ള ഒരു സാധനം തോന്നാൻ കാരണം? എന്താന്ന് വെച്ചാൽ ഞാൻ പാടുന്ന കറക്റ്റ് ആയിട്ടും എന്താന്ന് വെച്ചാൽ ചേച്ചി തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പഠിപ്പിച്ചു തന്നു. ലാസ്റ്റ് വരെ പഠിപ്പിച്ചു തന്നപ്പോ ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. ഗ്രൂമേഴ്സും സ്കെയിലും ടെമ്പോ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പാട്ട് പഠിച്ചിട്ട് അങ്ങനെ ചെയ്ത് പിന്നെ അത് ഇതാക്കും. പിന്നെ അത് ഷോ പാടും. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ ഇത് കഴിഞ്ഞു, പിന്നെ 3ാമത്തെ കഴിഞ്ഞു, 4ാമത്തെ കഴിഞ്ഞു, അങ്ങനെ പോകും. പിന്നെ ലാസ്റ്റ് വരെ എത്തിച്ച് ഞാൻ വിന്നറായി. അങ്ങനെ ഞാൻ ഓർത്തേ ഇല്ല ഞാൻ വിന്നറാവും. ഒരു ഓളത്തിൽ ഇങ്ങനെ പോയി, ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയതാണ്. ഫ്ലോ കൂളായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഒരു ദിവസം കിട്ടും, അപ്പൊ ഒരു പാട്ട് കിട്ടും, 2 ദിവസം പഠിക്കാൻ കിട്ടും. ഇങ്ങനെ കൂളായി പിന്നെ ഫുള്ള് ഒരു കളറായി. അങ്ങനെ എത്തിയപ്പോ ഞാനിവിടെ ഫൈനൽ വിന്നർ ആയിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരു 7 വയസ്സുള്ള ഒരു കൊച്ചാണ് എന്റെ മുമ്പിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ കൂളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്.